ഒരു റാപ്പിൻ്റെ അടുത്തുകൂടെയാണ് ഇന്നത്തെ പാട്ടുകളൊക്കെ പോകുന്നത്. അപ്പോൾ മെലഡി ഇന്ന് വേണ്ട, ഈ കാലം മാറേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഒരു മെലഡിക്ക് ആണെങ്കിൽ കുറച്ചൊരു അതൊന്നും ഇപ്പോൾ വേണ്ട, അങ്ങനത്തെ പാട്ടുകൾ ഇപ്പോൾ വേണ്ട. ഇല്ല, ഞാൻ കുറച്ചാളായിട്ട് അറിയാമല്ലോ, എൻ്റെ ഒരു സർവീസ് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോഴും ഒരു ചെറുപ്പക്കാരുടെ വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, എനിക്ക് ക്യാരക്ടർ വേഷം ചെയ്യണം. കാരണം ഇപ്പോഴും പയ്യൻ എന്നുള്ള ഒരു ലൈനിൽ നിന്ന് മാറാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. കൈതപ്പുറം ഞങ്ങളൊക്കെ സിനിമയിൽ വരണമെങ്കിൽ മുന്നുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അന്ന് സിഗരറ്റ് കിടക്ക് വിളിക്കുന്നു, ഇപ്പോഴും ഉണ്ട്. സിഗരറ്റിൻ്റെ പാക്കറ്റിൽ പുള്ളി എന്തോ കുറിച്ച് അദ്ദേഹത്തിന് കൊടുത്തു, അത് ഉടനെ തന്നെ രാധാകൃഷ്ണേട്ടൻ കമ്പോസ് ചെയ്തു. അന്ന് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ലാലേട്ടൻ പറഞ്ഞ പോലെ കഥകളി മൊത്തം പഠിച്ചിട്ട് കഥകളി ചെയ്യാൻ പറ്റുകയില്ല. സിനിമയ്ക്ക് ആവശ്യമുള്ളത് നമ്മൾ ചെയ്താൽ മതിയല്ലോ. A4 ആപ്പിൾ എന്നാണ് പഠിക്കണത്. പക്ഷെ നമ്മളെങ്ങും A4 അമ്മ എന്ന് പഠിപ്പിക്കുന്നുമില്ല. നമ്മളെല്ലാവരും പഠിക്കുന്നത് ABCDEFGHIJK LMNOP. ഇത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പറഞ്ഞ ഈ അതൊരു പാട്ട് രൂപേണ കൊണ്ടുവരിക എന്നുള്ളത് ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ഉറപ്പായിട്ട് അത് പാടി നടക്കുക തന്നെ ചെയ്യും. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്റ്റോറീസ് അൺടോൾഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. എഴുത്തോല എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ഇന്ന് നമ്മോടൊപ്പം ചെയ്യുന്നത്. ആക്ടർ കൃഷ്ണപ്രസാദ്, മോഹൻ സിത്താര സർ, ഒപ്പം പ്രൊഡ്യൂസർ സതീഷ് ഷേണോയ് സർ. ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻ സിത്താര സാർ എന്നൊക്കെ പറയുന്ന സാറിൻ്റെ മ്യൂസിക് എൻ്റെ ചൈൽഡ്ഹുഡ് കൂടെയാണ്. സാറിൻ്റെ പല പാട്ടുകളുമാണ് എൻ്റെ ചൈൽഡ്ഹുഡും കളർഫുൾ ആക്കിയത്. ഇപ്പോൾ എഴുത്തോലയെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ ജേർണി എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു നല്ല പാട്ട് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഒരു പാട്ട് ചെയ്യുമ്പോൾ പടത്തിൻ്റെ ടോട്ടാലിറ്റി അനുസരിച്ചിരിക്കും. ഒരു നല്ലൊരു സബ്ജക്റ്റ് ശങ്കർജി, അതിൻ്റെ ഡയറക്ടർ സുരേഷ് എല്ലാവരും സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞു. കേട്ടപ്പോൾ എന്താ പറയുക, വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ്, സിമ്പിൾ സബ്ജക്റ്റ്, വ്യത്യസ്തമായ മനസ്സിൻ്റെ മനസ്സിലേക്ക് എന്താ പറയുക, ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്ന ഒരു സബ്ജക്റ്റ്. അപ്പോൾ സിറ്റുവേഷനോട് പറഞ്ഞു. അപ്പോൾ ലൈഫിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യമായാണ് നമ്മുടെ സ്വരാക്ഷരങ്ങൾ വെച്ചിട്ടൊരു പാട്ട് ഉണ്ടാവുന്നത്. സുരേഷനോട് പറഞ്ഞു, ഇങ്ങനെ ഇതിൻ്റെ ഡയറക്ടറായ സുരേഷനോട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ചിട്ട് നമുക്കൊരു പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്ത പാട്ടാണ്. ഇതിനകത്ത് എന്ന് പറഞ്ഞ ഒരു പാട്ട്. അത് പിന്നെ നമ്മുടെ എന്താ മധുബാലകൃഷ്ണനാണ് പാടിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ അതിന് ലിറിക്സ് എഴുതിയിട്ടുള്ളത് നമ്മുടെ കൈതപ്പുറാണ്. പല്ലവി നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രം വെച്ചിട്ട് അനുപല്ലവം ചരണം, പിന്നെ അതനുസരിച്ച് അതിൻ്റെ കഥ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പിന്നെ നമ്മുടെ കൈതപ്പുറ എഴുതിയിട്ടുള്ളത്. ഒരു എനിക്ക് നല്ല രീതിയിൽ തന്നെ ട്യൂൺ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ തന്നെയല്ല, നമ്മുടെ കൊച്ചു കുട്ടികൾക്കെല്ലാം പലർക്കും നമ്മളെ സ്വര അക്ഷരങ്ങൾ കൂടുതൽ എല്ലാം അറിയില്ല. അപ്പോൾ പഠിക്കാനും കൂടിയാണ് ഈ ഒരു നമ്മൾ ഈ ഒരു ഐഡിയ ചെയ്തത്. അത് പിന്നെ മധുകൃഷ്ണൻ അതിഗംഭീരമായി പാടിയിട്ടുണ്ട്. അപ്പോൾ വിഷ്വൽ ഭയങ്കര രസമുണ്ട്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഭയങ്കര മനസ്സിനകത്ത് എന്താ ഭയങ്കര വിങ്ങലുണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇതിൻ്റെ എൻഡിൽ നിഷ എന്ന് പറഞ്ഞ ആക്ട്രസ് അതിഗംഭീരമായാണ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും മത്സരിച്ചിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിൻ്റെ ക്ലൈമാക്സിൽ എനിക്ക് കണ്ണ് നിറഞ്ഞു നിഷയുടെ ആക്ടിങ് കണ്ടിട്ട്. ഏകദേശം പടത്തിൻ്റെ ഒരു 80-90% ഇദ്ദേഹം മരണപ്പെടുന്നതാണ് ആ ക്യാരക്ടർ.
ബാക്കി ഒരു എന്താ പറയുക, ഒരു മഴയത്തൊക്കെ സീനുണ്ട്. എനിക്ക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് കണ്ണുന്നൊക്കെ വെള്ളം വന്ന് അവരുടെ ആക്ടിങ്, അവരൊരു ആ ക്യാരക്ടറായി മാറി അഭിനയിക്കാൻ നമുക്ക് തോന്നുന്നില്ല. ഒരു എവിടെയോ ഒരു സ്ത്രീക്ക് സംഭവിക്കുന്ന പോലെ ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഡയറക്ടർ സുരേഷ് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവിയാണ് പറയുകയല്ല. അതുപോലെ നമ്മുടെ ശങ്കർജി ക്ലൈമാക്സ് വരുന്നുണ്ട്, രസമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും പിന്നെ കൃഷ്ണകുമാറും അഫ്സൽ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരും അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണപ്രസാദ് സാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിഷ ചേച്ചിയുടെ പേരായിട്ടാണ് വരുന്നത്. അതെ അതെ. ഇപ്പോൾ ശങ്കർ സാർ നേരത്തെ വന്നിട്ട് പറയുകയുണ്ടായി, ചേച്ചിയാണ് ഈ സിനിമ ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നത്, ചേച്ചിയുടെ പെർഫോമൻസ് ആണ്. അതെ അതെ. അപ്പോൾ ചേട്ടൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഞാൻ കുറച്ചാളായിട്ട് അറിയാമല്ലോ, എൻ്റെ ഒരു സർവീസ് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോഴും ഒരു ചെറുപ്പക്കാരുടെ വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ചാണ്. ഞാനിപ്പോൾ ഒരു 2-3 പടങ്ങളായിട്ട് മഹാവീര്യനും അതുപോലെ ഷെഫീഖിൻ്റെ സന്തോഷം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് എഴുത്തോല എന്ന് പറഞ്ഞ ഈ പടത്തിൽ 2 സ്റ്റേജിലാണ് ഞങ്ങൾക്ക് ചെയ്യാം. ഒരു യങ്ങായിട്ടുള്ള ഒരു ഇതുകൊണ്ട് പ്രായമുള്ള ഒരു 10-65 വയസ്സുള്ള ക്യാരക്ടറുമായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് കൂടുതലും. ആ ഒരു 65 വയസ്സിൻ്റെ വേഷമാണ് ആ പടത്തിലെ ഒരു 90% ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നിഷ ഞാൻ ഒരു ഭാഗമാകുമ്പോൾ, ഞാൻ ഇല്ലാതാവുമ്പോൾ ഈ പടത്തിൻ്റെ കാതൽ എന്ന് പറഞ്ഞാൽ ഈ ആശാട്ടിയുടെ ഒരു സംഭവമാണ്. അപ്പോൾ ആശാട്ടി ഇപ്പോൾ ആശാൻ കഴിഞ്ഞപ്പോൾ പിന്നെ ആശാട്ടിയാണ് അതിനെ ലീഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മലയാളത്തിൻ്റെ തനിമ ഈ പറഞ്ഞ നാരായവും വെച്ച് എഴുത്തോലയിൽ എഴുതിയിരുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രസക്തി, അല്ലെങ്കിൽ അത് ഇന്ന് അന്യമായ പുതിയ വിദ്യാഭ്യാസ രീതിയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഒക്കെ, അല്ലെ നമ്മുടെ കുട്ടികളെ, അല്ലെ നമ്മുടെ ഫാമിലിയെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ മനോഹരമായിട്ടാണ് സുരേഷ് ജി അത് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കഥ തന്നെയാണ്. ചിലപ്പോൾ അദ്ദേഹത്തിനും ഈ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനുമൊക്കെ ഈ എഴുത്തോലയിൽ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു 10-20 വർഷം മുമ്പ് വരെ നമുക്കിതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് അന്യമായി. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. ഈ ഒരു പടം കൊണ്ട് തീർച്ചയായും പുതിയ ആൾക്കാർക്ക് ഇങ്ങനൊരു കാലഘട്ടത്തെ കാണാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ശങ്കരേട്ടനായാലും സതീഷ് ഇവരെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ പടം കൊണ്ട് നമുക്ക് സംജാതമായിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നല്ല ക്യാരക്ടർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ക്യാരക്ടർ വേഷം ചെയ്യണം. കാരണം ഇപ്പോഴും പയ്യൻ എന്നുള്ള ഒരു ലൈനിൽ നിന്ന് മാറാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അതിൽ നിന്ന് മാറിയുള്ള ഒരു വേഷം ചെയ്യാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷമാണ്. വളരെ പക്വതയോടു കൂടിയാണ് ആ ക്യാരക്ടർ ചെയ്തത്. സന്തോഷം. നമ്മൾ ഒരുപാട് പടങ്ങൾ ചെയ്തതാണ്. അതെ അതെ. അപ്പോൾ ഓരോരുത്തരെ ബോഡി ലാംഗ്വേജ് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അങ്ങനെയാണല്ലോ വേണ്ടത്. ഓരോ ക്യാരക്ടറിനും എങ്ങനെ വേണം എന്നുള്ളതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവുന്നില്ല. അതെ അതെ അതെ. അതാണ് ഇപ്പം ഈ ഇദ്ദേഹം പറഞ്ഞ് ഇപ്പോൾ പാടിയ ആ പാട്ട് പോലും അത് ശരിക്കും പടത്തിൽ ആദ്യം പിക്ചറൈസ് ചെയ്യാൻ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞു, ഇത് പിക്ചറൈസ് ചെയ്യണം. കാരണം ഈ ഒരു അക്ഷരങ്ങൾ നാളത്തെ തലമുറ അല്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇത് നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇത് പിക്ചറൈസ് ചെയ്യുകയും ചെയ്യണം, ഇത് വെളിയിൽ വരികയും ചെയ്യണം, എന്നാലേ പറ്റൂ. കാരണം അത്ര അക്ഷരങ്ങൾ, നമ്മുടെ മലയാളത്തിൻ്റെ അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ചുള്ള ഒരു മനോഹരമായ ഗാനം. ഏത് മലയാളത്തിലെ ആദ്യത്തെ പാട്ടാണ്. വളരെ നന്നായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെയാണ് അതാണ് പടം എന്താണോ ആവശ്യപ്പെടുന്നത്, അല്ലെ ആ സബ്ജക്റ്റ് എന്താണോ ആവശ്യപ്പെടുന്നത്, അതാണ് ഈ പടത്തിലുള്ളത്. അപ്പോൾ സതീഷ് സാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സാറിൻ്റെ പ്രൊഫൈൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു CA, അവിടെ നിന്ന് ഒരു പ്രൊഡ്യൂസർ, ഏറ്റവും ഒടുവിൽ ലോക്സഭ ഇലക്ഷൻ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് നിൽക്കുക വരെ ചെയ്തു. ഇത് തമ്മിലൊരു ഒരു നമുക്കൊരു ബാലൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷനിലേക്ക് എപ്പോഴാണ് ഇറങ്ങാമെന്നൊരു ഡിസിഷനിലേക്ക് വരുന്നത്? ശരിക്കും ഓഷിയോ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ ലണ്ടൻ ബേസ്ഡ് ഒരു കമ്പനിയുണ്ട്. അതിനകത്ത് ശങ്കർ സാറ്, സുരേഷ് സാറൊക്കെ എൻ്റെ ഒരു പാർട്ടാണ്. അവർ കേരളത്തിൽ വന്നപ്പോൾ എൻ്റെ ക്ലയൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് അവരായിട്ട് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാനാണ് സജസ്റ്റ് ചെയ്തത് ഓഷിയോ എൻ്റർടൈൻമെൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാം, അപ്പം നമുക്കൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് കുറേ ഒരു 7-8 കഥകൾ വന്നിരുന്നു. അതിൽ ഈ കഥയാണ് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയത്. എനിക്കും ശങ്കർ സാറിന് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയത്. കാരണം വെച്ചാൽ ഒരു തുടക്കത്തിന് എപ്പോഴും നല്ലതാണ്. മാത്രമല്ല ഇതൊരു ഡോക്യുമെൻ്ററി ബേസ്ഡ് മാത്രമല്ല. ഈ പറയുന്ന നമ്മളെല്ലാവരും പഠിക്കുന്നത് ABCDEFG HIJK LMNOP ഇത് എല്ലാവരും ഇപ്പം എല്ലാവർക്കും അറിയാം.
പക്ഷേ ഈ പറഞ്ഞ ഈ അതൊരു പാട്ട് രൂപേണ കൊണ്ടുവരിക എന്നുള്ളത് ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ഉറപ്പായിട്ട് അത് പാടി നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതും ഒരു ഉദ്ദേശം തന്നെയായിരുന്നു. രണ്ടാമത്തേത്, നമ്മളിപ്പോൾ സ്കൂളിലേറ്റ് എൻ്റെ കൊച്ചുങ്ങളൊക്കെ ഇപ്പം എൻ്റെ രണ്ടാമത്തെ കൊച്ചിപ്പോൾ UKG പഠിക്കുകയാണ്. A for ആപ്പിൾ എന്നാണ് പഠിക്കണത്. പക്ഷെ നമ്മളെങ്ങും A for അമ്മ പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നുമില്ല. അത് ഞാൻ തിരുത്തുമ്പോഴും എൻ്റെ കൊച്ച് എന്നെ തിരുത്തും. A for ആപ്പിൾ എന്നാണ് അച്ഛാ, എന്നാൽ നീ ഒരു കാര്യം A for അപ്പ എന്ന് വിളിക്കാൻ പറഞ്ഞു. എൻ്റെ മൂത്ത കൊച്ച് A for അപ്പ എന്ന് എഴുതിയപ്പോൾ അതിന് മാർക്ക് ആദ്യമേ കൊടുക്കാൻ വിസമ്മതിച്ച ടീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന ഒരു ഭാഗത്ത് നമുക്ക് മാറ്റാൻ ഈ ഒരു പാട്ടിനെ കൊണ്ട് പറ്റുമെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് കരുതി തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ വന്നത്. ഇനിയും കുറേ പ്രൊജക്ട്സ് വരുന്നുണ്ട്. അതിൽ ആദ്യമേ തന്നെ ഒരു സോഷ്യലി ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കഥ വരണം എന്ന് നിർബന്ധമായിരുന്നു. അതെന്തായാലും നിഷ മാഡവും സാറും ഒക്കെ കൂടി ചേർന്ന് അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. മാത്രമല്ല പാട്ട് അത് എനിക്ക് തോന്നുന്ന മലയാളം കേരളം ഉള്ളിടത്തോളം കാലം ആ പാട്ടുണ്ടാകും എന്നുള്ളതാണ്. അതുതന്നെ മലയാളം ആക്ച്വലി പല പിള്ളേർ ഇപ്പോൾ മലയാളമൊക്കെ മറന്ന് കംപ്ലീറ്റ് ഇംഗ്ലീഷ് സ്റ്റൈലിലേക്കൊക്കെയാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറകൾക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് പഠിക്കാൻ കൂടി നല്ലൊരു സംഭവമാണ് ഒരു പാട്ടിൽ കൂടി നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ സുരേഷിൻ്റെ സ്ക്രിപ്റ്റ്, ഡയലോഗ് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് ചെയ്യണം നമ്മൾ പറയല്ല, ഒരുപാട് അവാർഡുകൾ ഏതൊക്കെയോ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. അത് എന്തായാലും നമുക്കതൊരു അഭിമാനമാണ്. ഒരു നല്ലൊരു ചെറിയൊരു പടം, വലിയ സംഭവമൊന്നുമില്ല, ചെറിയൊരു നല്ലൊരു പടം, ക്ലീൻ പടം, ഒരു ഫാമിലിക്കൊക്കെ സന്തോഷമായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു പടം. ഇപ്പോൾ ഈ സിനിമയിൽ എടുത്തു കഴിയുമ്പോൾ സാറിനോടൊപ്പം വർക്ക് ചെയ്യുന്നില്ല, റെസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കൈതപ്രം സാറാണ്. എങ്ങനെയാണ് കൈതപ്രം സാറിനോടൊപ്പം സാർ വീണ്ടും വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? കൈതപ്രം ഞങ്ങളൊക്കെ സിനിമയിൽ പറഞ്ഞെങ്കിൽ മുന്നുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഞാൻ ഏതൊക്കെ വെച്ചാൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ യേശുദാസൻ സാറിൻ്റെ മ്യൂസിക് സ്കൂളിലാണ് ട്രിവാൻഡ്രത്ത് പഠിച്ചിരുന്നത്. അപ്പോൾ അന്ന് പിന്നെ ട്രിവാൻഡ്രത്ത് ഞാൻ മലയ്ക്കൊക്കെ പോവുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കൈതപ്രം എടപ്പഴഞ്ഞിലൊരു അമ്പലത്തിൽ പൂജയ്ക്ക്, അങ്ങനെ എനിക്കെല്ലാം കെട്ടി നിറച്ച് തന്നിരുന്നത് നമ്മുടെ കൈതപ്രാണ്. അന്ന് തൊട്ടുള്ള ബന്ധമാണ്. പിന്നെ അദ്ദേഹം അവിടെ ആകാശവാണിയിൽ കോഴ്സ് പാടാനൊക്കെ വരുമായിരുന്നു. അന്ന് ചിത്ര, MG ശിവകുമാർ, പിന്നെ അങ്ങനെ ശ്രീനിവാസൻ, ആരൊക്കെയോ ഒരുപാട് ആളുകൾ, ഇവരൊക്കെയാണ് മെയിൻ ഗായകരാണ്, കോഴ്സ് ഗായകരാണ് അവർ. ഞാൻ അന്ന് വയലിൻ വായിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ MG രാജേട്ടൻ അല്ലെങ്കിൽ ഉദയഭാനു ചേട്ടനുണ്ട്, പഴയ ഗായകൻ ഉദയഭാനു ചേട്ടൻ, അവരൊക്കെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഒരിക്കൽ MG രാധാകൃഷ്ണേട്ടൻ ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ലിറിക്സ് ഇത്ര പോരാ, ശരിയാവില്ല. അങ്ങനെ കൈതപ്രം അവിടെ ഉണ്ടായിരുന്നോട് ഒരു 4 പേര് എഴുതി തന്നെന്ന് പറഞ്ഞു. പുള്ളി ഒരു എന്തെങ്കിലും അപ്പോൾ അന്ന് സിഗരറ്റ് കയറൊക്കെ വിളിക്കായിരുന്നു, ഇപ്പോഴും ഉണ്ട്. സിഗരറ്റിൻ്റെ പാക്കറ്റിൽ പുള്ളി എന്തോ കുറിച്ച് അദ്ദേഹത്തിന് കൊടുത്തു. അത് ഉടനെ തന്നെ രാധാകൃഷ്ണേട്ടൻ കമ്പോസ് ചെയ്തു. അന്ന് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്തത് കുടുംബ പുരാണം എന്ന സത്യനന്ദിക്കാരുടെ ഒരു പടത്തിലാണ് ഞാനും കൈതപ്രം ആദ്യമായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പടങ്ങൾ ചെയ്തു, എല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. ദൈവം അതങ്ങനെ ആക്കി തന്നു. ഇപ്പോൾ ചേട്ടൻ്റെ ക്യാരക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണനാശാൻ എന്നുള്ള ക്യാരക്ടറാണ് വരുന്നത്. ഇപ്പോൾ ഈ ക്യാരക്ടർ കൃഷ്ണപ്രസാദ് കണ്ടായിരിക്കും ചിലപ്പോൾ കൃഷ്ണനാശാൻ ആക്കിയത്. അപ്പോൾ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ഒരു വളരെ വലിയ റെസ്പോൺസിബിലിറ്റി കൂടെയാണ് തരുന്നത്. കാരണം ഈ സിനിമ ഇത്രയധികം സോഷ്യലി കമ്മിറ്റഡ് ആയ ഒരു ആകുമ്പോഴത്തേക്കും ഒരു വെറും ഒരു പക്ക ഒരു കൊമേഴ്സ്യൽ പടം ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുക. കാരണം മുമ്പേ സാർ പറഞ്ഞ പോലെ നമ്മുടെ നടപ്പിലും എന്താ പറയുക, ഓരോ ചേഷ്ടകളിലും ആ ക്യാരക്ടറിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ അവിടെ പരാജയപ്പെടും. നമ്മൾ പരാജയപ്പെട്ടാൽ പടം ടോട്ടാലിറ്റി പരാജയപ്പെടും. അതിലെ ഏതൊരു ചെറിയ വേഷം ചെയ്യുന്ന ഒരാളും, ഏതൊരു വേഷം ചെയ്യുന്നതല്ല, ഏതൊരു ടെക്നീഷ്യനും എവിടെങ്കിലും ഒരു പരാജയം ഒരാൾക്ക് സംഭവിച്ചാൽ ഈ ടോട്ടാലിറ്റിയെ ബാധിക്കുന്ന കാര്യം. ടീം വർക്കാണല്ലോ സിനിമ. അപ്പം അതിൽ എന്നെക്കൊണ്ട് എൻ്റെ ആ ഒരു ക്യാരക്ടർ എത്രമാത്രം നന്നാക്കാമോ അതുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് അഭിപ്രായങ്ങൾ കിട്ടിയിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ടുണ്ട്. തീർച്ചയായും അതാ പറഞ്ഞേ, ഓൾ ടീമാണല്ലോ, ടീം വർക്കാണല്ലോ. അല്ല ഒരാൾ നന്നായാൽ മാത്രം പടം നന്നാവുന്നില്ല. ഇപ്പൊ അതിന് വേറൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, എന്തെങ്കിലും ട്രെയിനിങ്ങോ അതിന് വർക്ക്ഷോപ്പ് അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കുന്നോ? ഇല്ല, നമുക്ക് എനിക്കുണ്ടായിട്ടില്ല. എഴുത്ത് പഠിപ്പിക്കുക എന്നുള്ളത് അല്ല അത് ഞാൻ കുറച്ച്
അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തു. പിന്നെ എനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നല്ലോ, കണ്ട ഒരു അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ഇത് ചെയ്തു. സിനിമയെന്ന് പറയുന്നത് ലാലേട്ടൻ പറഞ്ഞ പോലെ കഥകളി മൊത്തം പഠിച്ചിട്ട് കഥകളി ചെയ്യാൻ പറ്റുകയില്ല. സിനിമയ്ക്ക് ആവശ്യമുള്ളത് നമ്മൾ ചെയ്താൽ മതിയല്ലോ. അത് ആവശ്യമുള്ള പോർഷൻ നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. സർ, ഇപ്പം വിദ്യാഭ്യാസം എന്നുള്ളത് വളരെയധികം കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരത്തിലൊരു കാലഘട്ടത്തിൽ ഇതുപോലൊരു സിനിമയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നാണ് സാർ കരുതുന്നത്? കച്ചവടത്തിൻ്റെ സെക്ഷനും കഴിഞ്ഞുപോയി. പ്രാക്ടിക്കലി ആ ഒരു സംഭവം എനിക്ക് തോന്നുന്ന എൻ്റെ കൊച്ചുങ്ങളുടെ കാലത്തോടു കൂടി തീർന്നു. ഇനി അതിൻ്റെ പൊക്കത്തൊരു AI പോലത്തെ സംഭവങ്ങൾ വരുന്നതുകൊണ്ട് കച്ചവടം കഴിഞ്ഞു. കാരണം എന്താ പറയുക, ഇപ്പം എൻ്റെ വീട്ടിൽ ആശാൻ വന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആശാൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചത്. പക്ഷേ എൻ്റെ ബ്രദറും സിസ്റ്ററും പഠിച്ചത് pre-KG LKG എന്ന് പറഞ്ഞ സംഭവത്തിലേക്കാണ്. pre-KG അല്ല, LKG UKG കൺസെപ്റ്റാണ്. എൻ്റെ കൊച്ചുങ്ങൾ pre-KG കൺസെപ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. UKGക്ക് മുമ്പ് തന്നെ pre-KG എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അമ്മുമ്മ അപ്പൂപ്പൻ പറഞ്ഞു തരുന്നു എന്നുള്ള കൺസെപ്റ്റൊക്കെ തീർന്നു. അതില്ല, ഇപ്പം പ്രാക്ടിക്കലി ഇല്ല. അതുകൊണ്ടാണല്ലോ ഈ pre-KG എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ വരുന്നത്. ഒരിടത്തോ രണ്ടിടത്തോ അല്ല, എല്ലായിടത്തും pre-KG സിസ്റ്റമായി. അപ്പോൾ കച്ചവടം ഉണ്ടായിരുന്നത് എൻ്റെ കാലഘട്ടത്തിൽ കച്ചവടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷെണൈസ് ഗ്രൂപ്പ്, നാളെ എനിക്കൊരു സ്കൂൾ ഉണ്ടാകുക എന്നുള്ളൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അവർ പഠിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അവിടെ വേണ്ടത് 100% വിജയം. കച്ചവടം പോയി 100% വിജയം എന്നുള്ളതാണ്. എന്താ, ഷെണൈസ് ഗ്രൂപ്പിൽ പഠിച്ചിട്ടുണ്ടോ? അവൻ 100% വിജയിച്ചു. 0% മാർക്കായിരിക്കും. ഗവൺമെൻറ്റും പറയുന്നത് എന്താ, 10ാം ക്ലാസ് വരെ എക്സാം വേണ്ടാന്ന്. ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും 10ാം ക്ലാസ് വരെ എക്സാം ഇല്ലാതെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ആരാണ് അവിടെ വിജയിക്കുന്നത്? ഈ ഷെണൈസ് ഗ്രൂപ്പിൻ്റെ ഓണേഴ്സാണ് ആര്? ബെൻസിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ദുബായിൽ വെച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു ബട്ടണിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഓണറാണ് വിജയിക്കുന്നത്. എന്താ, എൻ്റെ സ്കൂളിൽ എല്ലാവരും പാസ്സായി. ഇത് പറയുന്നത് അപ്പോൾ കച്ചവടത്തിൻ്റെ പൊക്കത്തായി കഴിഞ്ഞു വിദ്യാഭ്യാസം. അപ്പോൾ അതിൽ തിരിഞ്ഞു നോക്കണം. ഇത് ഇങ്ങനത്തെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു, ഇങ്ങനെ പഠിച്ചാൽ പഠിക്കും. ഞാനൊക്കെ എത്തിയിട്ടില്ലേ, എൻ്റെ പൊക്കത്തുള്ള ആൾക്കാരൊക്കെ IAS കിട്ടിയ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇതൊക്കെ തന്നെയല്ലേ പഠിച്ചു വന്നിരിക്കുന്നത്. സോ അങ്ങനെ ചിന്തിക്കണം. പിള്ളേരും അങ്ങനെ ട്രെയിൻ ചെയ്യിക്കണം കുറച്ചെങ്കിലും. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ നമ്മുടെ ബേസിക് വിദ്യാഭ്യാസം ഈ ലാംഗ്വേജിനെ പറ്റി ശരിക്കും പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഭൂമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരെന്ന് പറയപ്പെടുന്നുണ്ടോ? അപ്പം അങ്ങനെ ഒരു പദമില്ല, അങ്ങനത്തെ ഒരു പദമില്ല. ചിരിഞ്ചുകൾ. അപ്പോൾ അതൊന്നും മാറ്റണം. എന്നെക്കൊണ്ട് ഇതൊക്കെ ഒരു ഫിലിം ഇറക്കാൻ പറ്റുമായിരിക്കാം. വേറെ ആൾക്കാരൊക്കെ ശ്രമിച്ചാൽ ഇച്ചിരി കൂടി എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കാം. ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിന് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഷെണൈസ് ഗ്രൂപ്പിന് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി അങ്ങനത്തെ രീതിയിലുള്ള സാമൂഹികപരമായിട്ടുള്ള കാര്യത്തെ പറ്റിയുള്ള ഫിലിംസ് ഇറക്കുക തന്നെ ചെയ്യും. അതിൽ വ്യത്യാസമില്ല. പക്ഷേ ഇതിൽ കച്ചവടത്തിൻ്റെ പൊക്കത്തായി കഴിഞ്ഞു. കച്ചവടം കഴിഞ്ഞു. സ്കൂളുകളൊക്കെ ബിൽഡ് ചെയ്തു, സ്വിമ്മിംഗ് പൂളുകളായി, ബസ്സുകളായി, അതിന് സ്പോൺസർഷിപ്പുകളും ആയി കഴിഞ്ഞു. ഇനി അത് ആ കച്ചവടം തീർന്നു. ഇനി അടുത്തതാണ് 100% വിജയം. സ്വന്തം പേരെഴുതാൻ അറിയാൻ മേലാത്ത ആളുകളുടെ 100% വിജയം. പച്ചയ്ക്ക് പറഞ്ഞാൽ ഞാനൊരു CA ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഇതും കൂടി ചെയ്യുന്നതാണ്. ഒരു കക്ഷിയുടെ അടുത്ത് MA മലയാളം കഴിഞ്ഞൊരു കക്ഷി വന്നിട്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. ഒന്ന് ലെറ്റർ എഴുതാനായിട്ട് കൊടുത്തു. അതൊക്കെ കാണണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രം ടു എങ്ങനെയാണ് മലയാളത്തിൽ എഴുതണം? ഫ്രം ടു വരണത് എങ്ങനെയാണ്? അതൊക്കെ ശരിക്കും പറഞ്ഞാൽ MA കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണ് എന്നുള്ളത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമ ഒരു കഥ വന്നപ്പോൾ തന്നെ പറഞ്ഞു നമുക്കിത് ഡെവലപ്പ് ചെയ്യാം. അതിൽ പാട്ടുകൾ വേണം, നല്ല രീതിയിലുള്ള. അപ്പോൾ കറക്റ്റ് സമയത്ത് ആ ടൈപ്പ് പാട്ട് വേണം. അതെ, ആളെയും കിട്ടി. നല്ലൊരു നമുക്കൊരു ഭാഗ്യം വേണമല്ലോ. ഇതെല്ലാം ഒരാൾ സൃഷ്ടിക്കുന്നതല്ലല്ലോ. ഒരു ഗ്രൂപ്പ് വന്നപ്പോൾ ഒരു നല്ലൊരു കോർ ടീം വന്നു, നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. ആക്ച്വലി ഇപ്പോൾ മലയാള സിനിമകളിൽ പാട്ടുകൾ അവസ്ഥ എല്ലാം മാറിയിരിക്കുകയാണ് ഇപ്പോൾ, അല്ലേ? ഇപ്പോൾ എന്താ, ഒരു പാട്ട് ശരിക്കും നിൽക്കാത്തൊരവസ്ഥയാണ്. ശരിക്കും ഒരു ഡയറക്ടറാണ് ഒരു പടത്തിൽ എന്ത് ടൈപ്പ് പാട്ട് വേണം, എങ്ങനെയുള്ള പാട്ടുകൾ വേണം എന്നെല്ലാം ഡയറക്ടറാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നല്ല പാട്ട് അല്ലെങ്കിൽ നല്ല പാട്ടിന് ഇഷ്ടപ്പെടുന്ന ഡയറക്ടറാണെങ്കിൽ നല്ല പാട്ടുണ്ടാവും. സിറ്റുവേഷന് വേണ്ടി കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ അതിലുള്ള പാട്ട്, അങ്ങനെ പാട്ട് സ്റ്റൈല് കംപ്ലീറ്റ് മാറിപ്പോയി. അതിനിടയ്ക്കാണ് എഴുത്തോല എന്നൊരു നല്ല പടം എനിക്ക് കമ്പോസ് ചെയ്യാൻ കിട്ടിയതും. അതുപോലെ അതുകൊണ്ട് തന്നെ നല്ലൊരു
എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പാട്ടാണ്. അത് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷം ഇറങ്ങിയ നല്ലൊരു പാട്ട്, മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു പാട്ടാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ സാറ് 80s ഒരു മിഡിൽ തൊട്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. അന്ന് കമ്പോസ് ചെയ്തിരുന്ന മ്യൂസിക്കും അന്ന് മ്യൂസിക് കമ്പോസ് ചെയ്തിരുന്ന രീതിയും ഇന്ന് കമ്പോസ് ചെയ്യുന്ന രീതിയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാവോ? ഇന്ന് കമ്പോസ് ഞാൻ പറഞ്ഞില്ല, ഒരു റാപ്പിൻ്റെ അടുത്തു കൂടെയാണ് ഇന്നത്തെ പാട്ടുകളൊക്കെ പോകുന്നത്. അപ്പോൾ ഒരു മെലഡി ഇന്ന് വേണ്ട, ഈ കാലം മാറിയതിൻ്റെ ഒരു അവസ്ഥയാണ്. ഈ നല്ല മെലഡികളോ അതൊന്നും ഇന്നത്തെ ആ സിറ്റുവേഷൻ, അതുപോലെ പടങ്ങൾക്കും അങ്ങനെ വേണ്ട. അങ്ങനത്തെ ടൈപ്പ് പടങ്ങളുള്ളപ്പോൾ ഞാൻ പടത്തിന് കുറ്റം പറയുന്നില്ല. ആളുകളുടെ ട്രെൻഡ് മാറി, പുക ആയിരിക്കണം, ഒരു നിമിഷം അടുത്തത് എന്തായിരിക്കണം, അടുത്ത സീൻ എന്താണ്, അത് കാണാനുള്ള ഒരു ആങ്സൈറ്റി എല്ലാവരുടെയും ഉള്ളിലേക്ക് ഇപ്പോൾ ഇറങ്ങിച്ചെല്ലണ ടൈപ്പ് പടങ്ങളാണ് ഇപ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ടൈം ഫാസ്റ്റായിട്ടുള്ള നിമിഷങ്ങളും അതുപോലെ തന്നെ പാട്ടുകളും അങ്ങനെ തന്നെ വേണം. ഓരോ സീനാണെങ്കിൽ പോലും ലാഗ് എന്നുള്ള അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഒരു ഷോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പാട്ടുകൾ അങ്ങനത്തെ ഒരു പാട്ടായിപ്പോയി. ഒരു മെലഡിയൊക്കെ ആണെങ്കിൽ കുറച്ചൊരു അതൊന്നും ഇപ്പോൾ വേണ്ട, അങ്ങനത്തെ പാട്ടുകൾ ഇപ്പോൾ വേണ്ട. അപ്പോൾ അതുപോലെ ഇപ്പോൾ ജനറേഷൻ മാറിപ്പോയില്ല. അപ്പോൾ ഇപ്പോൾ അനുഭവങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ ആൾക്കാർക്ക് അനുഭവങ്ങളില്ലല്ലോ. എന്താ പറയുക, ഒരുപാട് മ്യൂസിക് കേൾക്കണം, ഒരുപാട് അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടണം, കരയണം, അതുപോലെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കണം. അതൊക്കെ മനസ്സിനകത്ത് എവിടെയൊക്കെ കോണിൽ കിടക്കും. ഈ അനുഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് കമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് സങ്കടമുള്ള പാട്ടാണെങ്കിൽ പാത്തറ്റിക്കാണെങ്കിൽ അത് ആ മൂഡ് നമുക്ക് വരും. ഒരു അടിപൊളിയാണെങ്കിൽ അങ്ങനെ വരും, ലലബിയാണെങ്കിൽ അങ്ങനെ വരും. നമ്മൾ പണ്ട് താരാട്ടം കേട്ടിട്ടാണ് അമ്മയുടെയും അച്ഛൻ്റെയും മേലെ കിടന്ന് ഉറങ്ങിയിട്ടുള്ളത്. ഇതൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഉണ്ടെങ്കിൽ പോലും സ്റ്റൈൽ കമ്മീഷൻ മാറിപ്പോയി. അനുഭവങ്ങളാണ് എപ്പോഴും നമ്മുടെ വർക്കുകളെ സ്വാധീനിക്കുന്നത്. സോ എന്തായാലും ജൂലൈ 5-ാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എന്താണ് ഓഡിയൻസിനോട് അവസാനമായി പറയാനുള്ളത്? അല്ല, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഒരു വലിയ പ്രതീക്ഷയാണല്ലോ ഇത്. ഇപ്പം പറഞ്ഞു, കാരണം അച്ഛനും അമ്മയും അടിച്ചാൽ കേസുണ്ടാകുന്ന കാലമാണ്. അപ്പം അങ്ങനെയുള്ളൊരു കാലത്ത് ഇങ്ങനെയുള്ളൊരു പടത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. അതെന്താണെന്ന് ഇപ്പോൾ കഥ മൊത്തം പറഞ്ഞ് ഞങ്ങൾ കേൾപ്പിക്കേണ്ട കാര്യമില്ല. കണ്ടു നോക്കുക, കണ്ട് അതിനെ വിലയിരുത്തുക. തീർച്ചയായിട്ടും ഒരു മോശമായ ഒരു അഭിപ്രായം നിങ്ങളിൽ നിന്നുണ്ടാവില്ലെന്നാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. തീർച്ചയായിട്ടും കണ്ട് വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ഈ ക്രൂവിൻ്റെ മൊത്തം അഭ്യർത്ഥന. അതെ, എല്ലാവിധ ഭാവങ്ങളും സാർ. അല്ല, എല്ലാവരും കാണണം. എസ്പെഷ്യലി എല്ലാ സ്കൂളുകളിലും ഇതൊന്ന് കാണിക്കുക. ഈ പാട്ട് എസ്പെഷ്യലി എല്ലാവരും കേൾക്കേണ്ടതാണ്. അത്യാവശ്യമായിട്ട് കേൾക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും കേട്ട് ഇതിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നല്ല കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു നല്ല കവിത പോട്ട് നല്ലൊരു പടം, നല്ല പടം. അത് നമ്മുടെ മലയാളികളായ ഈ കൊച്ചു പടത്തെ വലിയ പടമാക്കി മാറ്റണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. എല്ലാവിധ ആശംസകളും. എഴുത്തോല എന്ന സിനിമയ്ക്ക് ഇനിയും നമുക്ക് ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ തരിക, കഥാപാത്രങ്ങൾ തരിക, സിനിമകളെ തരിക. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.